റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി. സാമഗ്രികളുടെ വില ക്രമാതീതമായി ഉയരുന്നതായി കരാറുകാർ. ക്വാറി, ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വരവ് കുറഞ്ഞു. ലൈഫ് മിഷൻ ഉൾപ്പെടെ സർക്കാർ പദ്ധതികളെയും ബാധിക്കുമെന്നും ഭവന വായ്പയെടുത്ത് വീട് നിർമ്മിക്കുന്നവർക്കും അധിക ബാധ്യതയാണുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും വില നൽകേണ്ടി വരുന്നത് ഇടുക്കിയിലാണ്. പ്രതികരണമുണ്ട്, കേൾക്കാം. നിലവിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ടോറസിന് ഇവിടെ വരുമ്പോൾ ഒരടി മെറ്റലിന് അല്ലെങ്കിൽ എംസാൻഡ് ആയിക്കോട്ടെ അതിനൊക്കെ ഏകദേശം 85 രൂപയോളം ഇവിടെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സാധാരണ ഒരു ടോറസ് ചെല്ലില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 100 രൂപയ്ക്ക് മുകളിലേക്ക് ഒരടി മെറ്റലിന് അല്ലെങ്കിൽ മണലിന് 100 അല്ലെങ്കിൽ 110 രൂപയിലേക്ക് ആ രീതിയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് താങ്ങാവുന്ന ഒരു അവസ്ഥയല്ല. കരാർ മേഖലയിൽ നിന്ന് ആൾക്കാർ വളരെയധികം കൊഴിഞ്ഞു പോവാണ്. ജനങ്ങൾക്ക് ഇരട്ടി ചിലവാണ്. കാരണം ഇപ്പോൾ ഈ ലൈഫ് മിഷൻ പോലെയോ അല്ലെങ്കിൽ സാധാരണക്കാരന് ഒരു വീട് വെക്കാനായിട്ട് വരുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ഈ 10-30% അധികരിച്ച ഒരു നിരക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഇത് ബാധിക്കുന്നുണ്ട്. നമുക്കിപ്പം രാഹുലുണ്ട്. രാഹുലിൻ്റെ പ്രതികരണത്തിലേക്കൊന്ന് പോയി വരാം. രാഹുൽ, ഇപ്പോൾ ക്വാറി, ക്രഷർ യൂണിറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഈ മെറ്റൽ സാധനങ്ങളുടെ ആണെങ്കിലും ശരി, മറ്റ് നിർമ്മാണ സാമഗ്രികളുടെ ആണെങ്കിലും ശരി, വില കയറുകയാണ്. ലൈഫ് മിഷനെ അടക്കം അത് ബാധിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കരാറുകാർ കുറച്ച് പ്രതിസന്ധിയിലാണോ രാഹുൽ? ഗുഡ് മോർണിംഗ് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് ഈ കോറികളുടെയും ക്രഷറുകളുടെയും എണ്ണം കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കുറഞ്ഞു. ഇതാണ് വില വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഈ കരാറുകാർ തന്നെ പറയുന്നത്. കരാറുകാർ തന്നെ ഈ മേഖല വിട്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. ഇതിൽ ഏറ്റവും പ്രതിസന്ധി സംസ്ഥാനത്ത് നേരിടുന്നത് ഇടുക്കി ജില്ല തന്നെയാണ്. കാരണം ഇടുക്കി ജില്ലയിൽ നിലവിൽ നേരത്തെയൊക്കെ 138 ക്രഷർ അല്ലെങ്കിൽ കോറികൾ പ്രവർത്തിച്ചിരുന്നതാണ്. ഇപ്പോൾ വെറും 6 മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒന്നെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ തൊടുപുഴ ഉൾപ്പെടെയുള്ള ലോ റേഞ്ചിൽ നിന്നും വേണം ഈ സാധനങ്ങൾ ഇവിടേക്ക് എത്താൻ. അതുകൊണ്ട് ഇരട്ടി വില നൽകേണ്ട ഒരു സാഹചര്യമാണ്. മറ്റ് ജില്ലകളിൽ 50 അല്ലെങ്കിൽ 55 രൂപയൊക്കെ നൽകേണ്ട സ്ഥലത്ത് ഇടുക്കിയിൽ 70 മുതൽ 80 രൂപ വരെയാണ് നൽകേണ്ടത്. നമുക്ക് ചില വിലയൊന്ന് പരിശോധിച്ച് നോക്കാം. കല്ലിന് നേരത്തെ 20 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 35 രൂപ ഒരു യൂണിറ്റിന് നൽകണം. മെറ്റലിന് നേരത്തെ 50 രൂപയായിരുന്നു, ഇപ്പോൾ അത് 70 രൂപ നൽകണം. എംസാൻഡിന് നേരത്തെ 50 രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ 80 രൂപ നൽകണം. അങ്ങനെ ഇരട്ടി വില നൽകേണ്ട ഒരു സാഹചര്യമാണ്. ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള സർക്കാരിന് എല്ലാ പദ്ധതികളെയും ഇത് ബാധിക്കുന്നുണ്ട്. അതിലുപരി ഒരു സാധാരണക്കാരന് വീടെന്നൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നേരത്തെ അത് 10 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ 15 ലക്ഷം രൂപ വരെ നൽകേണ്ടി വരുന്നു എന്നാണ് കരാറുകാർ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇരട്ടി വില നൽകേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ സാധനങ്ങളുടെ വില വർധനവിൽ ഒരു ഇടപെടൽ നടത്തണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യമാണ്. സാധാരണക്കാരൊക്കെ വീട് പണിയാൻ ഭവന വായ്പയൊക്കെ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിനെല്ലാം ഇത് കാര്യമായി തന്നെ ബാധിക്കും. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഇനിയും വില വർദ്ധിക്കും. അത് ഇപ്പോൾ 100 താഴെ നിൽക്കുന്ന വില അത് 100 കടന്നു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു. കരാറുകാരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് അറിയുന്നു. കരാറുകാർ മാത്രമല്ല, ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് വീട് വയ്ക്കാനിരിക്കുന്നവരും സാധാരണക്കാരായ ആളുകളുമൊക്കെ വലിയ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാവും. എന്താണ് അതിന് തക്കതായ നടപടിയെടുക്കുക? അതിൻ്റെ അർത്ഥം കൂടുതൽ ക്വാറികളും ക്രഷർ യൂണിറ്റുകളും തുടങ്ങണമെന്നല്ല. പ്രകൃതിയെ തുറന്നുകൊണ്ടുള്ള ഒരു കാര്യത്തിലും നമ്മൾ പിന്തുണയ്ക്കില്ലെന്നറിയാമല്ലോ. പക്ഷേ സംഭവം കുറച്ച് ഗുരുതരമാണ് എന്നാണ് കരാറുകാർ പറയുന്നത്. വില കൂടുന്നുണ്ട്, അത് വീട് വയ്ക്കുന്നവർക്കറിയാം. വീട് വയ്ക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ ആശങ്കയും ചെറുതല്ലല്ലോ. നമ്മളെപ്പോഴും പറയും, ജീവിതത്തിൽ ഏറ്റവും നല്ല കാലത്താണ് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ വീട് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞ ചില മനുഷ്യർക്കെങ്കിലും അത് ജീവിതത്തിലെ ഏറ്റവും മോശം കാലമാണെന്ന് മനസ്സിലാകാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്.